ഒരു കാലത്തൊരു മഹാത്മാവായ മുനി പാണ്ഡവപുത്രൻ അഭിമന്യുവിന്റെ ഭവനം സന്ദർശിക്കാനെത്തി. അവിടെ വെച്ച് അദ്ദേഹം അഭിമന്യുവിന്റെ ധർമ്മിഷ്ഠയായ ഭാര്യ ഉത്തരയെ കാണുകയും സസന്തോഷം അനുഗ്രഹിക്കുകയും ചെയ്തു. കൂടാതെ സമ്മാനമായി മുനി ഉത്തരയ്ക്ക് ഒരു അമൂല്യ വസ്തു സമ്മാനിച്ചു. അതൊരു മാന്ത്രിക കണ്ണാടിയായിരുന്നു. ഈ കണ്ണാടിയുടെ പ്രത്യേകത അതീവ രഹസ്യമായിരുന്നു. ആരെങ്കിലും ഈ കണ്ണാടിയിൽ നോക്കിയാൽ അവർക്കൊരിക്കലും സ്വന്തം മുഖം കാണാൻ കഴിയുകയില്ല. പകരം അവരുടെ ഹൃദയത്തിൽ ഏറ്റവും അധികം ഇടമുള്ള വ്യക്തിയുടെ മുഖമായിരിക്കും തെളിഞ്ഞു വരിക. ഉത്തര അതിയായ കൗതുകത്തോടെ കണ്ണാടിയിൽ നോക്കി. അവൾക്ക് സ്വന്തം പ്രതിബിംബം കാണാൻ കഴിഞ്ഞിരുന്നില്ല. പകരം അവളുടെ പ്രാണനാഥനും പ്രിയതമനുമായ അഭിമന്യുവിന്റെ മുഖമാണ് തെളിഞ്ഞു വന്നിരുന്നത്. വൈകാതെ അഭിമന്യു വീട്ടിലെത്തി. ഉത്തര സന്തോഷത്തോടെ ഈ മാന്ത്രിക കണ്ണാടിയുടെ രഹസ്യം അദ്ദേഹത്തോട് പറഞ്ഞു. ആകാംക്ഷയോടെ അഭിമന്യുവും കണ്ണാടിയിൽ നോക്കി. അദ്ദേഹവും സ്വന്തം മുഖം കണ്ടിരുന്നില്ല. പകരം താൻ അഗാധമായി സ്നേഹിക്കുന്ന ഭാര്യയായ ഉത്തരയുടെ രൂപം അതിൽ തെളിഞ്ഞു വന്നു. തങ്ങൾ പരസ്പരം എത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ ദമ്പതികൾ അളവില്ലാതെ സന്തോഷത്തിലായി. ആ സമയത്താണ് അവരുടെ മാമനും പ്രിയപ്പെട്ടവനുമായ ശ്രീകൃഷ്ണൻ അവിടേക്ക് കടന്നു വരുന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവരെ കണ്ടപ്പോൾ അദ്ദേഹം സ്നേഹത്തോടെ ചോദിച്ചു, എന്താ ഇവിടെ നിങ്ങൾ രണ്ടുപേരും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്? നിങ്ങൾ എന്തോ അടക്കം പറയുകയാണെന്ന് തോന്നുന്നു. അഭിമന്യു കണ്ണാടിയെക്കുറിച്ച് ശ്രീകൃഷ്ണനോട് വിവരിച്ചു. മാമ, ഇത് വെറും ഒരു കണ്ണാടിയല്ല. നമ്മുടെ പ്രതിബിംബമല്ല ഈ കണ്ണാടിയിൽ കാണിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ആളെയാണ് ഈ കണ്ണാടിയിൽ കാണുക. മാമന് സംശയമുണ്ടെങ്കിൽ അങ്ങയ്ക്കും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം. ശ്രീകൃഷ്ണൻ പുഞ്ചിരിയോടെ കണ്ണാടി കയ്യിലെടുത്ത് അതിലേക്ക് നോക്കി. പക്ഷേ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഞെട്ടിത്തരിച്ചുപോയി. കാരണം ലോകത്തിന്റെ മുഴുവൻ നാഥനായ ശ്രീകൃഷ്ണൻ കണ്ണാടിയിൽ കണ്ടത് സ്വന്തം രൂപമോ പ്രിയപ്പെട്ടവരുടേതോ ആയിരുന്നില്ല. പകരം കൗരവരുടെ പക്ഷത്ത് നിന്ന് എപ്പോഴും കൗശലം മാത്രം മനസ്സിൽ കൊണ്ടു നടന്ന ശകുനിയുടെ മുഖമായിരുന്നു. മാമ, ഇതെങ്ങനെ സംഭവിച്ചു? മാമന്റെ ഹൃദയത്തിൽ ശകുനിയോ എന്ന് അത്ഭുതത്തോടെ അഭിമന്യു ചോദിച്ചു. ശ്രീകൃഷ്ണൻ സൗമ്യമായി ചിരിച്ചുകൊണ്ട് ഈ അത്ഭുതത്തിന്റെ രഹസ്യം അവർക്ക് പറഞ്ഞു കൊടുത്തു. അഭിമന്യു, എന്റെ ഭക്തരുടെ ഹൃദയത്തിൽ ഞാൻ സദാ വസിക്കുന്നുണ്ട്. അത് സ്നേഹത്തിന്റെയും ഭക്തിയുടെയും രൂപത്തിലാണ്. എന്നാൽ ശകുനിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ മാത്രമാണ്. എന്നെ എങ്ങനെയെങ്കിലും വധിക്കുക, എന്റെ പദ്ധതികൾ എങ്ങനെ തകർക്കണം എന്ന് രാത്രിയും പകലും അദ്ദേഹം തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാൻ നിറഞ്ഞു നിൽക്കുന്നത് വൈരാഗ്യത്തിന്റെ രൂപത്തിലാണെങ്കിൽ പോലും ഒരു മനുഷ്യന്റെ മനസ്സിനെ ഏറ്റവും അധികം നിരന്തരമായി ആവേശത്തോടെ ഭരിക്കുന്നതും സ്വാധീനിക്കുന്നതും ഏത് ചിന്തയാണോ ആ വ്യക്തിയുടെ രൂപമാണ് ഈ കണ്ണാടിയിൽ തെളിയുന്നത്. കൃഷ്ണൻ കാണിച്ച ഈ ഉദാഹരണം ഒരു ആഴത്തിലുള്ള ജീവിത തത്വമാണ് നൽകുന്നത്. അതെങ്ങനെയെന്നാൽ സ്നേഹത്തെക്കാൾ തീവ്രത വൈരാഗ്യത്തിനോ പകയ്ക്കോ ഉണ്ടെങ്കിൽ ഒരാളുടെ ഹൃദയത്തിൽ ഏറ്റവും ശക്തമായി പ്രതിഫലിക്കുന്നത് ആ വൈരാഗ്യഭാജനമായിരിക്കും. കാരണം സ്നേഹത്തിന്റെ ചിന്തകൾ ഇടയ്ക്ക് നിലയ്ക്കാം, എന്നാൽ വൈരാഗ്യത്തിന്റെ ചിന്തകൾക്ക് പലപ്പോഴും നിമിഷ നേരം പോലും വിശ്രമമില്ല. ഒരു വ്യക്തിയുടെ മനസ്സിനെ ഏറ്റവും അധികം ഭരിക്കുന്ന ചിന്തയുടെ ശക്തിയെയാണ് ഈ മാന്ത്രിക കണ്ണാടി പ്രതിഫലിപ്പിക്കുന്നത്. കഥ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.